കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവര് ഓൺലൈനായി പങ്കെടുത്ത അതിപ്രധാനമായിട്ടുള്ള യോഗം നടന്നു. മുഖ്യമന്ത്രി ചെയർ ചെയ്ത മീറ്റിംഗ്. മുഖ്യമന്ത്രി ചെയർ ചെയ്ത മീറ്റിംഗിൽ പ്രിയങ്ക ഗാന്ധി അടക്കം ഓൺലൈനിൽ പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളിലും അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവർ ആ കാഴ്ചപ്പാടുകൾ മുഴുവൻ ഞങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന ഇപ്പോ അവസാനം ഞാൻ പറഞ്ഞല്ലോ, അവസാന ബോഡി കിട്ടിയതായ ആ ദിവസം വൈകുന്നേരം മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശമാണ്. ഞാനത് ഓപ്പണായി പറയാം. അടിയന്തര സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശം. അവർ പറഞ്ഞ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൃത്യതയോടുകൂടി അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. 1. 2, വിക്രം റാണയുടെ ബോഡി അവസാനം കിട്ടി. വിക്രം റാണയുടെ അടുത്ത ബന്ധുവായ അങ്കുഷ് ആ പത്രക്കാരോട് പറഞ്ഞ വാക്കുണ്ട്. ഞാൻ നന്ദി പറയുന്നു. ആരോടൊക്കെയാ? 1, കേരള ഗവൺമെന്റിനോട്. 2, പ്രിയങ്ക ഗാന്ധിയോട്. 3, കേരള മുഖ്യമന്ത്രി. അങ്ങനെ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളെ ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ NDRF ഉൾപ്പെടെ SOG ഉൾപ്പെടെ ഫയർ ആൻഡ് സേഫ്റ്റി ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറഞ്ഞു. എന്തിനാ പ്രിയങ്ക ഗാന്ധിയോട് നന്ദി പറയുന്നത്? പ്രിയങ്ക ഗാന്ധി ആ വിക്ടിംസ് ആയ ആളുകളോട് വരെ ഇന്ററാക്ട് ചെയ്തു പോയി എന്നുള്ളതുകൊണ്ടാണ്. ഓരോ കാര്യത്തിലും ഇടപെട്ടു എന്നുള്ളത് കൊണ്ടാണ്. ഒരാളുടെ ഇടപെടൽ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല, ഒരാളുടെ ഇടപെടൽ വിദൂരതയിൽ നിന്നാണെങ്കിലും ദൂരെ നിന്നാണെങ്കിലും സമഗ്രമായി ഇടപെടുക എന്നുള്ളതാണ്, റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ റിസൾട്ട് കൃത്യമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, വിദൂരത എന്നുള്ളത് നെഗറ്റീവായി കണ്ട. അല്ല, ആ ചോദ്യത്തിന് ഇപ്പോ ആധുനിക സംവിധാനം ഉള്ള സമയത്ത് കലക്ടറേറ്റിലെ മീറ്റിംഗിലും ഞങ്ങൾ ഇന്റേണൽ മീറ്റിംഗ് ചെയർ ചെയ്യുന്ന സമയത്തും ഇവര് നേരിട്ട് ഞങ്ങൾക്ക് നിർദ്ദേശം തരിക. ദൂരമല്ലല്ലോ, നേരിട്ട് നിർദ്ദേശം തരികയല്ലേ. ആ നിർദ്ദേശം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലേ? എന്താ പ്രശ്നം? ഞാൻ പറയട്ടെ, മരിച്ച കുടുംബത്തിനില്ലാത്ത പ്രശ്നം എവിടുന്ന? ഞാൻ പറയാം മരിച്ച കുടുംബം ദുരന്തത്തിൽ മരിച്ച കുടുംബം, കൃത്യമായിട്ട് പറയാം, ദുരന്തത്തിൽ മരിച്ച കുടുംബത്തിനില്ലാത്തതായ പരാതി, അത് എവിടുന്ന പരാതി? ഏതാ? പ്രിയങ്ക ഗാന്ധി സമയാസമയം വരുന്നുണ്ട്, അവിടുത്തെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. CSR ഫണ്ട് കൊണ്ടുവരുന്നുണ്ട്, അവരുടെ MP ഫണ്ടുണ്ട്. കേരളത്തിൽ ഭരണം കിട്ടിയപ്പോ ഗോത്ര സർവകലാശാല ഉൾപ്പെടെയുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാനുള്ളതായിരിക്കുന്ന ഇടപെടലുകൾ നടത്തി. ഇപ്പോ ഞങ്ങളുടെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് ഇഷ്യൂ ഉൾപ്പെടെ എല്ലാത്തിലും ഇടപെട്ട് അവർ മാർഗനിർദ്ദേശം നൽകുക, അവര് ലീഡർഷിപ്പ് എടുക്കുക. അവിടെയുള്ളതായിരിക്കുന്ന ആളുകൾക്കോ മറ്റുള്ള ആളുകൾക്കോ അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. ഏതാ? രക്ഷാപ്രവർത്തനം നടത്തേണ്ട സിസ്റ്റം ഏകോപിപ്പിക്കേണ്ട ചുമതല അവിടെ നന്നായി നടന്നു. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അത് ചെയ്യേണ്ടത്. പറയട്ടെ. ചോദ്യം ചോദിച്ചല്ലോ. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അത് ചെയ്യുന്നത്. 2 മന്ത്രിമാരുടെ സാന്നിധ്യം അവിടെയുണ്ട്. എല്ലാ കാര്യത്തിലും സമഗ്രമായി ഇടപെട്ടു. ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരേണ്ടതായ ആൾ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ എല്ലാ മാർഗനിർദ്ദേശവും തന്നിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശവും ഇടപെടലും. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയോ? ഈ വന്ന ബന്ധുക്കളുടെ താമസം ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധി നേരിട്ട് അന്വേഷിച്ചു. ഓരോ കാര്യവും വെറുതെയാണോ? 6ാമത്തെ ദിവസം വിക്രം റാണ പ്രോജക്ട് മാനേജറുടെ ബോഡി കണ്ടെത്തി കഴിഞ്ഞ് ആ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് പത്രക്കാരോട് അവരുടെ റിലേറ്റീവ് സംസാരിക്കുമ്പോൾ പ്രിയങ്ക മാമിനോട് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു എന്ന് പറയാനുള്ള കാരണം എന്താ? അത് അവരുടെ പോസിറ്റീവ് ഇന്റർവെൻഷനാണ്. ആ പോസിറ്റീവ് ഇന്റർവെൻഷനാണ് വയനാടിന്റെ കരുത്ത്. ഞാൻ പറഞ്ഞല്ലോ, വയനാടിന്റെ ഇപ്പൊ ഗോത്രവർഗ മ്യൂസിയം ഒരു ചെറിയ സംഭവമാണ്. വയനാട്ടിലെ 80% പോപ്പുലേഷനാണ്. ഇൻഡിജിനസ് നോളജസും മറ്റുള്ളതായിരിക്കുന്ന വലിയതായിരിക്കുന്ന ഒരു മാതൃകയായിട്ടുള്ള ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് മാറാൻ പോവാണ്. ആ കൺസെപ്റ്റ് കൊണ്ടുവന്ന് അത് മന്ത്രിയായിട്ട് സംസാരിച്ച് ഓപ്പറേറ്റ് ചെയ്തു. ഓരോ കാര്യങ്ങൾ ഞാൻ എണ്ണി പറയുന്നില്ല. ഞങ്ങൾ വയനാട്ടുകാർക്ക് ഒരു താങ്ങും തണലുമാണ് അവരുടെ സാന്നിധ്യവും അവരുടെ നേതൃത്വവും.
അത് മലീമസമാക്കാനും അതിനെ ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചാലും അതിനൊന്നും ഞങ്ങളാരും വഴങ്ങൂല, വയനാട്ടുകാരും വഴങ്ങൂല. ഇതേപോലെ ഒരു സന്ദർഭം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധി അവിടെ വരിക എന്ന് പറയുന്ന രക്ഷാപ്രവർത്തനത്തിന് നേരിട്ട് ഇറങ്ങി ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിന്റെ ഒരു പുരോഗതി എത്രത്തോളം ഉണ്ട് എന്നുള്ള ഓരോ മണിക്കൂറും വിലയിരുത്തേണ്ട കാര്യം. കാരണം മനുഷ്യജീവനാണ് മണ്ണിന്റെ അടിയിലുള്ളത്. പിന്നെ ഈ അപകടം നടന്ന് ഇതുവരെ പ്രിയങ്ക ഗാന്ധി MP ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ പോയിട്ടുണ്ടോ കേന്ദ്രത്തിലേക്ക് ഇതിന് ധനസഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ? മനുഷ്യജീവൻ മണ്ണിനടിയിൽ കിടന്നതായ ആളെ കിട്ടിയ സമയത്ത് അവരുടെ കുടുംബം പറഞ്ഞ പ്രതികരണം വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. അവരുടെ ഇടപെടൽ ഉണ്ടായില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? എനിക്കെങ്ങനെ പറയാൻ പറ്റും? എന്നോട് സംസാരിച്ചതും മുഖ്യമന്ത്രിയോട് സംസാരിച്ചതും ഈ കുടുംബങ്ങളോട് സംസാരിച്ചത് എത്ര എക്സാമ്പിൾസ് ഉണ്ട്, എത്ര എക്സാമ്പിൾസ് ഉണ്ട്? നിരവധി എക്സാമ്പിൾസ് ഉണ്ടല്ലോ. അതിന്റെ ഏറ്റവും മെച്ചപ്പെട്ട ഏകോപനം നടന്നല്ലോ. വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ അങ്ങ് അവിടെ ഓടിയെത്തിയ ഒരാളാണല്ലോ. അതിപ്പം ആരും പറഞ്ഞിട്ടില്ല. അതൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു അപകടം നടക്കുമ്പോൾ ഒരു ദുരന്ത സ്ഥലത്തേക്ക് ഓടിയെത്തുക എന്നുള്ളത് ഒരു കർത്തവ്യം കൂടിയാണ്. അതാണ് ഇവിടെ ചോദിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന വയനാട് MP എന്തുകൊണ്ട് ഒരു ദുരിതം നടന്ന് ഞാനതിന്റെ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു, വളരെ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു. ഇനി പ്രിയങ്ക ഗാന്ധി ആ മുഹൂർത്തത്തിൽ എത്തിയോ, ഇടപെട്ടോ? ഇതാണല്ലോ ചോദിക്കുന്നത്. അവർ നല്ല രീതിയിൽ ഇടപെട്ടു, പോസിറ്റീവായി നല്ല രീതിയിൽ ഇടപെട്ടു. ഇനി ചെയ്യേണ്ടതായ കാര്യങ്ങളെ സംബന്ധിച്ച് അവർ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകി. മരിച്ച ആളുകളെ സംബന്ധിച്ച് അവർക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങളെ സംബന്ധിച്ച് മാർഗനിർദ്ദേശം തന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അടിയന്തര ധനസഹായം ഉറപ്പുവരുത്തണം. ആ ഉറപ്പുവരുത്താനുള്ള നടപടി ഉൾപ്പെടെ ഓരോ കാര്യത്തിലും ഇടപെട്ടു. ഇപ്പോ ഇടപെടുക എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് വരിക എന്നുള്ളത് മാത്രമല്ല, അത് ഇടപെടലാണ്. അതിന് ആ രീതിയിലൊന്നും ആക്കേണ്ട കാര്യമില്ല. ഏതാ ഒരു VIP അല്ല, ചെറുവയൽ രാമന്റെ കൂടെ വയലിലൂടെ തോളിൽ കൈയിട്ട് നടക്കുന്നതായ വയനാടിന്റെ കാർഷിക സംസ്കാരം ഉൾക്കൊള്ളുന്ന MP യാ. അതൊന്നും പറയണ്ടത്. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? ഓൺലൈൻ മീറ്റിംഗ് അല്ലല്ലോ, ഫിസിക്കൽ പ്രസൻസ് ഉണ്ടല്ലോ. എത്ര തവണ? ഒരു തവണ വന്നപ്പോ 12 ദിവസം 9 ദിവസം നിന്ന സമയമുണ്ടല്ലോ. എത്ര ദിവസങ്ങളോളം നിന്നിട്ടുണ്ടല്ലോ. അതിലൊന്നുമില്ല. പ്രിയങ്ക ഗാന്ധി നിങ്ങൾ ഈ ഒരു അംബ്രല്ല, ഒരു വലിയ ടവർ അംബ്രല്ല, അത് ഞങ്ങൾക്ക് ആ ഒരു സംരക്ഷണ കവചം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് നന്നായി ഉപയോഗിക്കുന്നവരാ. ആ അംബ്രല്ല നന്നായി ഉപയോഗിക്കുന്നവരാ ഞങ്ങൾ. അതിന്റെ സന്തോഷം അവിടെയുള്ള ജനങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്. മരിച്ച ആളുകളുടെ അവസാനത്തെ മീറ്റിംഗ് ഹോൾഡ് ചെയ്യാനുള്ള റീസൺ അവരുടെ ഇന്റർവെൻഷനാ. അതിലെടുക്കേണ്ട തീരുമാനങ്ങളെ സംബന്ധിച്ചതായിരിക്കുന്ന ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇടപെടുന്നതായിരിക്കുന്ന ഒരാളെ നമ്മൾ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത്. ഏതാ അത് അല്ല ഞാൻ പറയാം. ഒരു മിനിറ്റ്. നിങ്ങൾ ഡോണ്ട് പുട്ട് യുവർ വേർഡ്സ് ഇൻ മൈ മൗത്ത്. ഞാൻ എന്റെ ക്ലാരിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പൊളിറ്റിക്കൽ ഇഷ്യൂ ആണല്ലോ ചോദിക്കുന്നത്. പൊളിറ്റിക്കൽ ഇഷ്യൂവിനുള്ള മറുപടി പറഞ്ഞു. പൊളിറ്റിക്കലായിട്ടും പറഞ്ഞു, ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടും പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും സബ്ജക്ട് ഉണ്ടെങ്കിൽ പറയാം. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ എതിരാളിയായിട്ടുള്ള ഇടതുപക്ഷം പറഞ്ഞിരുന്നത് അവരെ കൊണ്ട് അവരുടെ പ്രസൻസ് മണ്ഡലത്തിൽ ഉണ്ടാവില്ല. ഇത്തരം അതിന്റെ ഒരു ഉദാഹരണമാണ്. വയനാട്ടിൽ വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. അപ്പൊ ആ പറഞ്ഞ പ്രതിപക്ഷം എന്താണോ പ്രിയങ്കക്കെതിരെ മത്സരിച്ചപ്പോൾ പറഞ്ഞത്, അതിനെ യഥാർത്ഥത്തിൽ ശരിവെക്കൽ അല്ല. വയനാട്ടിലെ ഒരു പാർലമെന്റ് അംഗത്തിനും ചെയ്യാൻ സാധിക്കാത്തതായ പ്രവർത്തനങ്ങളാണ് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് വയനാട്ടിലെ മുൻ എംപിയായ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുണ്ടായിരുന്നു. വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. ആവശ്യം വേണ്ട സഹായങ്ങൾ വല്ലതും വേണം എന്നുള്ളത് ചോദിക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു. എല്ലാവരും ഇതിൽ ഇടപെടലുണ്ട്. മറ്റൊരു ചോദ്യമാണ് സർക്കാരുമായി ബന്ധപ്പെട്ട്. ഈ പീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ട്. അതിൽ പല പോഷക സംഘടനകളും അഭിപ്രായം പറയുന്നുണ്ട്, KSU അഭിപ്രായം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് KSU എന്താ ഇക്കാര്യത്തിൽ, ഇതിലെന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ വലിയ വിമർശനം വരുന്നുണ്ട്. അങ്ങനെ KSU എന്ന അഭിപ്രായം പറയാൻ സർക്കാരിന്റെ കാര്യത്തിൽ വോയിസ് ഇല്ലേ?
ഇല്ല, അങ്ങനെ വോയിസ് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു ജനാധിപത്യം ഇല്ലാത്ത സംവിധാനമൊന്നുമില്ലല്ലോ UDF ഗവൺമെന്റും പാർട്ടിയും. അത് തർക്കമൊന്നുമില്ല. അത് ഒരു കുടുംബമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുക, അത്രേ ഉള്ളൂ. മിനിസ്റ്റർ പറഞ്ഞു ഈ വയനാട് MP-യുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്, അവിടെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. ഇതുപോലൊരു ഇടപെടൽ നടത്തി വയനാട് MP അവിടെ വന്ന വീടിന് വേണ്ടി, ദുരന്തബാധിത വീടിന് വേണ്ടി തറക്കല്ലിട്ട് പോയിരുന്നു. ആ വീട് എന്തായി? അവിടെ വീട് ഉയരുന്നു. വീട് ഉയരും, തർക്കം വേണ്ട. ഞങ്ങൾക്ക് ഇപ്പം ഗവൺമെന്റിന്റെ പെർമിഷൻ കിട്ടി. അത് കോൺട്രാക്ടറുമായിട്ടുള്ള എഗ്രിമെന്റ് എനിക്ക് തോന്നുന്നു ഇന്ന് സൈൻ ചെയ്യും തോന്നുന്നു. ഇന്നോ നാളെയോ അത് സൈൻ ചെയ്യും കോൺട്രാക്ടറുമായിട്ടുള്ള. നമ്മളെ നിർമ്മാണത്തിലേക്ക് ഫുൾ സിംഗ് പോവാണ്. ഒരു ടെൻഷൻ വേണ്ട. ഏതാ അത് വരുന്ന സമയം നിങ്ങൾ അറിയിക്കും. ഏതാ അവർക്കൊരു താല്പര്യം ഉണ്ടല്ലോ, അവരുടെ താല്പര്യം, അവർക്കൊരു താല്പര്യം ഉണ്ടല്ലോ. അവർക്കുള്ള ഏറ്റവും ഞാൻ പറഞ്ഞില്ല, അവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ഇന്റഗ്രിറ്റി ഉള്ളതായിരിക്കുന്ന ഈ പൊളിറ്റിക്കൽ പേഴ്സൺസാണ്. അവരെ എങ്ങനെ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കുന്ന പരിശ്രമമാണ്. ആ പരിശ്രമത്തിന് വയനാട്ടിലെ ജനത നിന്നു കൊടുക്കുന്ന പ്രശ്നമില്ല. ഞങ്ങളാരും നിന്നു കൊടുക്കും.